ഹലോ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു ആർക്കിടെക്റ്റിനെയാണ്, സുരേഷ് ബാബു സർ. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാരിറ്റി വർക്ക്സും സോഷ്യൽ വർക്ക്സും കൂടെ തന്നെ സൊസൈറ്റിയുടെ ബെറ്റർ ലിവിങ്ങിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. സാറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ലെറ്റ്സ് ഗോ. ഹലോ സുരേഷ് സർ. Hi Natasha, how are you? Please come. ഹലോ സാർ, നമസ്കാരം. അപ്പോൾ ആർക്കിടെക്റ്റ് എന്ന കൺസെപ്റ്റ് കേരളത്തിൽ ഈയിടെ കുറച്ച് വർഷങ്ങളായിട്ടാണ് നമ്മൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ സാർ ഒരു ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടി ഉണ്ട്. എന്നാലും സാർ ബോംബെ ഒരു വർക്ക് പ്ലേസ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ ബോംബെനെ തിരഞ്ഞെടുത്തല്ല. ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ബോംബെ ചിലപ്പോൾ എന്നെ തിരഞ്ഞെടുത്തായിരിക്കാം. എനിക്ക് ബോംബെ എന്ന് പറഞ്ഞ ഒരു രണ്ടാം അമ്മ മാതിരിയാണ്. അതായത് ആദ്യത്തെ അമ്മ എന്ന് വെച്ചാൽ എനിക്ക് ജന്മം തന്നെ എൻ്റെ അമ്മ തന്നെയാണ്. 90 കാലഘട്ടത്തിൽ അന്നേരം കേരളത്തിൽ വലിയ ജോലിൻ്റെ സാധ്യതകളില്ല. കേരളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരാണ് പോയത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാവരും ഒരു 90s ദുബായിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ടും കൂടുതൽ പ്രോസ്പെക്റ്റിന് വേണ്ടിയെങ്കിലും പോകുന്ന മാതിരി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത കൂട്ടത്തിൽ ദുബായിലൊരു കമ്പനി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ഇൻ്റർവ്യൂ ബോംബെയിൽ വെച്ചായിരുന്നു. അങ്ങനെ ബോംബെയിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അന്ന് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു അവിചാരിതമായിട്ട് അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ആർക്കിടെക്റ്റുമായിട്ട് കാണേണ്ട അവസരം ഉണ്ടായി. അപ്പോൾ അയാൾ എനിക്ക് ബോംബെയിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നു. അയാൾ ഇൻവൈറ്റ് ചെയ്തു തന്നെ. അപ്പോൾ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ആലോചിച്ചിട്ടും കൂടിയില്ല. എൻ്റെ വിദൂര സ്വപ്നത്തിൽ കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ബാംഗ്ലൂർ വിട്ട് ഞാൻ ബോംബെയിലേക്ക് പോയി. ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്താ വെച്ചാൽ ബോംബെയിലെ ക്രൗഡും തിരക്കുകളും മറ്റിലൊക്കെ. പക്ഷേ അന്നത്തെ ആ ഒരു അന്ന് തന്നെ അയാൾ വളരെ ഫേമസ് ആയത് തന്നെ എല്ലാവരും പറഞ്ഞു അയാളുടെ കൂടെ പോയിക്കൊള്ളൂ, വളരെ അപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ബോംബെയിലെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. അവിടുത്തെ ട്രെയിൻ യാത്രയും അതൊക്കെ ആയിട്ട്. പക്ഷേ ക്രമേണ ബോംബെ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ടു. അതേ ആർക്കിടെക്റ്റിൻ്റെ കൂടെ കുറേ വർഷം എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ സമയത്ത് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പലതരം പ്രോജക്റ്റുകൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ലഭിച്ചു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു നഗരമായിരുന്നു ബോംബെ. ഈ ദുബായ് അല്ലെ അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ബോംബെയിൽ ആയിരുന്നു ജോലിക്ക് വേണ്ടി പോയിരുന്നത്. ഇപ്പം എല്ലാവരും ഗൾഫിലും അല്ലെ മറ്റു സ്ഥലത്തൊക്കെ പോകുന്നതുകൊണ്ട് ബോംബെയിൽ മലയാളികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മലയാളികളുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു. ഒരുപാട് മലയാളികൾ ജോലി ചെയ്ത് വളർന്ന് പന്തലിച്ച ഒരു സ്ഥലമാണ് ബോംബെ. ലൈക്ക് നമ്മുടെ കണ്ണൂരെ കൃഷ്ണൻ നായർ, അതുപോലെ ഒരുപാട് പേര്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാനും എനിക്ക് കഴിയുന്നത് അവിടുന്ന് ജോലി ചെയ്തു. അങ്ങനെ ഒരു ബോംബെയുടെ ഭാഗമായി തീരുവാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ അമ്മേനെ ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മൾ നേച്ചുറലായിട്ട് അമ്മയുടെ മകനായിട്ട് ജനിക്കുന്നതാണ്. അതുപോലെ ഒരു പ്രകൃതിയുടെ ഒരു നിയോഗം മാതിരി ബോംബെയിൽ എത്തിപ്പെട്ടു. ബോംബെ എനിക്ക് വേണ്ടുന്നെല്ലാം ചെയ്തു തന്നു. ഞാൻ ആ ബോംബെയുടെ ചിലപ്പോൾ മകനായിട്ട് വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സർ, ഇനി വരാൻ പോകുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പ്രധാന പ്രോജക്റ്റ് വെച്ചാൽ നമ്മൾക്ക് ഓരോ പ്രോജക്റ്റും പ്രധാനം തന്നെയാണ്. പക്ഷെ എന്നാലും ചില പ്രോജക്റ്റുകൾ, കാമാത്തിപുര റീഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ദി ഫേസ് ഓഫ് മുംബൈ. അതുമാതിരി കുറേ പ്രോജക്റ്റ് ബോംബെയുടെ പല ഭാഗത്തായിട്ട് വാൽക്കേശ്വർ, മുളുന്ത്, താന, പനവേലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ പല ഹോട്ടലുകളും ഒരുപാട് സ്കൂളുകൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഓഫ് സ്കൂളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഭാവി, അവരുടെ ലൈഫിനെ കുറിച്ച് മോൾഡ് ചെയ്യുന്നതാണ് സ്കൂൾ. അപ്പോൾ അതുപോലെ ഒരുപാട് സ്കൂൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൗൺഷിപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും കുറേ ബിൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ടൗൺഷിപ്പുകൾ ചെയ്യുന്നുണ്ട്. സൗത്ത് മുംബൈയിലെ വാൽക്കേശ്വറിൽ ഗവർണറുടെ ഹൗസിൻ്റെ അടുത്തായിട്ടൊരു റെസിഡൻഷ്യൽ ടവർ ചെയ്യുന്നുണ്ട്. അതുപോലെ പല പ്രോജക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് വേറൊരു പ്രോജക്റ്റ് ഞാൻ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസൈനിങ് ഞാൻ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നഗരങ്ങൾ, ഇന്ത്യയിലെ നഗരങ്ങൾ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾറെഡി വേൾഡിലെ GDP റേറ്റിങ്ങിൽ നമ്മൾ 4ാമത്തായി. ഇപ്പം GDPക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് നമ്മുടെ നഗരങ്ങളാണ്. ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ ഇതുപോലത്തെ നഗരങ്ങളാണ്. ഇന്ത്യയുടെ GDPയുടെ, അതായത് മൊത്ത വരുമാനത്തിൻ്റെ സൂചികയുടെ 70% ഇതിൻ്റെ വരുമാനം വരുന്നത് നമ്മുടെ നഗരങ്ങളിൽ നിന്നാണ്. പക്ഷേ ഈ നഗരങ്ങളുടെ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ നഗരങ്ങളുടെ അവസ്ഥ, ബോംബെ ആയാലും ബാംഗ്ലൂർ ആയാലും അല്ലെങ്കിൽ ഡൽഹി ആയാലും
ഇതിൻ്റെ അവസ്ഥ വളരെ വളരെ ശോചനീയമാണ്. അതായത് നമ്മുടെ ലോകത്തിൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, നമ്മൾ GDP മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓരോരാളും ഹാപ്പി ആയിരിക്കണം, നമ്മുടെ ഓരോ സിറ്റിസനും എന്താണ് പറയേണ്ടത്, കംഫർട്ടബിൾ ആയിരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് അവസരം ഉണ്ടായിരിക്കണം, അതൊക്കെ വേണം. പക്ഷേങ്കിൽ ഈ GDP മാത്രം അറിഞ്ഞുകൊണ്ട് ഇതൊന്നും കൂടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ നഗരങ്ങളുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം നമുക്ക് ഉയർത്തിയിട്ട് കൊണ്ടുവരണം. എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനും ബ്രിഡ്ജിനും ഹൈവേക്കും വേണ്ടിയിട്ട് ചെലവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈവേക്കും അല്ലെങ്കിൽ ബ്രിഡ്ജിനും ഒക്കെ ചെലവ് ചെയ്യുന്നത് പ്രൈവറ്റ് കാറിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ തേച്ചും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ ഈ ബോംബെൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്നിട്ടും അവിടെ എപ്പോഴും ട്രാഫിക് ജാമാണ്. ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു സമയം എടുത്തുനിന്ന് വരും കാറിൽ. പക്ഷെ അത് കൂടാതെ തന്നെ സാധാരണക്കാരായ ആൾ താമസിക്കുന്നുണ്ട്. അതായത് ബോംബെയിലൊക്കെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു 60% 70% പേരും കാറൊന്നും ഇല്ലാത്ത സാധാരണക്കാരാണ്. അവർ വെച്ചാൽ നടന്നിട്ട് ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ സൈക്കിളിൽ ജോലിക്ക് പോകുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ താമസിക്കുന്നത് നഗരങ്ങളുടെ ചേരിയിലും അല്ലെങ്കിൽ സ്ലം എന്ന് പറയും, സ്ലമ്മിലൊക്കെയാണ് താമസിക്കുന്നത്. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ജോലി ചെയ്താലും നഗരത്തിൽ ഒരു ചെറിയൊരു വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല. എന്നുവെച്ചാൽ ഏറ്റവും ചെറിയ ഒരു ഫ്ലാറ്റ് ബോംബെയിലോ അല്ലെ ബാംഗ്ലൂരോ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും വേണം. ഇത് സാധാരണയിൽ ഒരു കാർപ്പൻ്ററിനോ അല്ലെ ഇലക്ട്രീഷ്യനോ അല്ലെ ഒരു പെയിൻറ്ററിനോ അല്ലെ വേറെ കൂലിപ്പണി എടുക്കുന്ന ഒരാൾക്കോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ബോംബെ അല്ലെ ബാംഗ്ലൂർ അല്ലെ ഡൽഹി മാതിരിയുള്ള വലിയ നഗരങ്ങളിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നമ്മുടെ ലോകത്തിൽ ഒരു മനുഷ്യന് സുഖമായിട്ട് താമസിക്കാൻ വേണ്ടുന്ന, ആരോഗ്യപരമായിട്ട് താമസിക്കാൻ വേണ്ടുന്ന, അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് താമസിക്കാൻ വേണ്ടുന്ന, എല്ലാവർക്കും ജോലിയുടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയിൽ ഒരു നഗരം ഭാവന ചെയ്യുന്നുണ്ട് ഞാൻ ആൾറെഡി. അത് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർ അത് നിർമ്മിക്കോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി കാര്യമാണ്. ഹെവൻ എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ പേര്. ഹെവൻ എന്ന് പറഞ്ഞാൽ HEVAN. H സ്റ്റാൻഡ്സ് ഫോർ ഹെൽത്തി ലിവിങ്. അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവരും ഹെൽത്തി ലിവിങ് ആയിരിക്കണം. എന്താ വെച്ചാൽ ഇപ്പം നഗരത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങളെല്ലാം പുറത്തുനിന്ന് പെസ്റ്റിസൈഡും അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് വരുന്നത്. ഇത് പകരം ഇതേ നഗരത്തിൽ തന്നെ അവർ ഓർഗാനിക്കായിട്ട് ഇത് വികസിപ്പിച്ചെടുത്ത ഭക്ഷണങ്ങൾ ഇത് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ പെട്രോൾ വെഹിക്കിളും ഡീസൽ വെഹിക്കിളൊക്കെ ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് ക്ലീൻ ആയിട്ടുള്ള എയർ ശ്വസിക്കേണ്ട ഒരു ഇത് ചെയ്യുക. അതുപോലെ ക്ലീൻ ആയിട്ട് വെള്ളം കൊടുക്കുക. അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യം ഹെൽത്തി ആയിട്ട് ഇത് ചെയ്യുക. പിന്നെ രണ്ടാമത്തേത് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ താമസിക്കുന്ന ഓരോ ആൾക്കാർക്കും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധമായിട്ട് എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക, എംപവർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള വ്യവസായങ്ങളും ഓഫീസും അല്ലെങ്കിൽ അഗ്രികൾച്ചറിലും ഹോർട്ടിക്കൾച്ചറും അതിൻ്റെ ഒക്കെ സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുക. അതാണ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ വെച്ചാൽ വൈബ്രൻറ്റ്. നമ്മുടെ കൾച്ചർ അത്രയും വൈബ്രൻ്റാണ്, കളർഫുള്ളാണ്. നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെയ്യം, കഥകളി, അങ്ങനെ മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലത്തെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കുക. അതാണ് എന്ന് പറഞ്ഞാൽ വൈബ്രൻറ്റ്. പിന്നെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റി. നമ്മളിപ്പം സിറ്റിയിൽ ഒരു കോടിക്ക് കിട്ടുന്ന വീട് ഇവിടെ ഒരു 10 ലക്ഷത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അഫോർഡബിലിറ്റി. പിന്നെ ലാസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് സീറോ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ക്ലൈമറ്റ് ചേഞ്ച്. ആ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാർബൺ പ്രൊഡക്ഷൻ, മലിനീകരണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഈ മലിനീകരണവും അതൊക്കെ ഒഴിവാക്കിയിട്ട് നെറ്റ് സീറോ ഒരു സിറ്റി. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ കാമാത്തിപുര പോലെ തന്നെ ഞാൻ എത്ര വർഷം വർക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു കാലത്ത് അത് ഡ്രീം കം ട്രൂ ആയിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായും വളരെ നല്ലൊരു കോൺസെപ്റ്റാണ് സാർ ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരനും ബോംബെയിൽ പോയിട്ട് ജീവിക്കണമെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലും കൂടിയാണ് സാർ ഈ ഒരു പ്ലാനിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം സാർ. അപ്പം ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ ഫോണേഴ്സിലും സാറിന്റെ ആ ഒരു കഴിവ് എത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തില് അത്രയധികം പ്രോജക്ട്സ് ഒന്നും നമ്മൾ കണ്ടറിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കേരളത്തിൽ കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ പിന്നിലുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ അത് ക്ലയൻറ്റിന് അല്ലെങ്കിൽ കേരളത്തിലെ അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞാൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗവൺമെൻറ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഒരുപാട് പ്രോജക്റ്റുകൾ
ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും ശരിക്ക് അതിൻ്റെ യാഥാർത്ഥ്യത്തേക്ക് വന്നിട്ടില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ പ്രകൃതിയും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റിയെടുക്കാം. അത് മനസ്സിൽ കൊണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പ് ഞാൻ കംപ്ലീറ്റ് റിജുവനേഷൻ കേരള എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയാണ്. ഞാൻ പല പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറിനെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. അവർ അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അർബൻ മിനിസ്റ്റർ മഞ്ചളാംകുഴി അലി അവരുമായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ഞാൻ പല പ്രാവശ്യം മഞ്ഞളാംകുഴി അലി സാറിനെ പോയിട്ട് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം അതിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു. പക്ഷെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് ഐഡിയകൾ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത മാതിരി അവർ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അത് കൂടാതെ തന്നെ പല പ്രോജക്റ്റുകളും ഇപ്പം അടുത്ത നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കേരള ഗവൺമെൻറ്റിന് കണ്ണൂർ എയർപോർട്ടിൻ്റെ നമ്മുടെ നാട്ടിലെ ഒരു എയർപോർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൻ്റെ മാതൃക ഞാൻ വരച്ചിട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരത്തെ ഇതിൻ്റെ മന്ത്രി കെ ബാബു ആയിരുന്നു. അവർക്കും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അവരെ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ബോംബെയിലെ എയർപോർട്ടോ അല്ലെങ്കിൽ ലണ്ടനിലെ എയർപോർട്ടോ മാത്രമല്ല നമ്മുടെ നാട്ടിൻ്റെ വരുന്നത്. നമ്മുടെ നാട്ടിൻ്റെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ കണ്ണൂരിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ഒരാൾ കണ്ണൂരിനെ കാണുന്നത് ഈ എയർപോർട്ടിലൂടെയാണ്. അപ്പോൾ ലണ്ടനിലുള്ളതോ അല്ലെങ്കിൽ ഹോങ്കോങ്ങിലെ പോലും ഒരു എയർപോർട്ട് നിർദ്ദേശിച്ചിട്ട് ആർക്കും അതിനെ കൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. അവർ അതുപോലെ തന്നെ ആയിരക്കണക്കിന് സ്ട്രക്ചർ അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കണ്ണൂരിൻ്റെ ഇത്രയും റിച്ചായിട്ടുള്ള ഹെറിറ്റേജ്, ഇത്രയും റിച്ചായിട്ടുള്ള മെറ്റീരിയൽ, അതൊക്കെ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറായിരുന്നു ഞാൻ വിഭാവനം ചെയ്ത്. അതിൻ്റെ ഫുള്ള് രൂപരേഖ ഗവൺമെൻറ്റിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ആരും അതിനെ വലിയ ഗൗനിച്ചില്ല. ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, എനിക്കത് ഗവൺമെൻറ്റിനെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കണ്ണൂർ ചെയ്ത എയർപോർട്ടിൻ്റെ ഒരു 1/3, അതായത് 1/3 കോസ്റ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ എയർപോർട്ടിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസിന് മാത്രം തന്നെ എത്രയോ കോടിക്കണക്കിന് ഇതായിട്ട് വളരെ നഷ്ടത്തിലാണ് ഓടുന്ന ഇതാണ്. അതിന് പകരം ഞാൻ അന്ന് ചെയ്ത ആ എയർപോർട്ട് വളരെ സിമ്പിളായിട്ടുള്ള കേരളത്തിൻ്റെ കൾച്ചറിലും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് വിജയിക്കുമായിരുന്നു. പക്ഷേ അത് ഇപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലെപ്പോഴും അതൊരു ഐഡിയ ആയിട്ടുണ്ടാവും. അതുമാതിരി നിരവധി പ്രോജക്റ്റുകൾ കണ്ണൂരിലെ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട്, കണ്ണൂരിലെ സിറ്റി സെൻറ്ററിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പ്രോജക്റ്റും വെളിച്ചം കണ്ടിട്ടില്ല. അതുമാതിരി പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും വളരെ ചുരുക്കം പ്രോജക്റ്റുകൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം റിയലൈസ് ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, അപ്പോൾ ഒരു ആർക്കിടെക്ട് എന്നതിലുപരി സാർ ഒരു എഴുത്തുകാരൻ കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഡ്രീം ഡയലോഗ് ജേർണി. സോ ഈ ഒരു ബുക്കിനെ കുറിച്ച്, ഈ ഒരു പുസ്തകത്തെ കുറിച്ച് അത് എഴുതാനുണ്ടായ ഒരു കാരണം കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഡ്രീം ഡയലോഗ് ജേർണി എൻ്റെ മനസ്സിൽ ഞാൻ കുറേ വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആശയമായിരുന്നു അത്. പക്ഷേ ഈ ജോലി തിരക്ക് കാരണവും മറ്റുള്ള കമ്മിറ്റ്മെൻറ്റ് കാരണവും അതൊരിക്കലും ഒരു പുസ്തക രൂപത്തിലോ എഴുത്ത് രൂപത്തിലോ എനിക്ക് ആക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ കോവിഡ് സമയത്ത് എനിക്ക് കുറച്ച് സമയം കിട്ടിയത് കാരണം അത് എനിക്ക് എഴുതാനും അത് പബ്ലിഷ് ചെയ്യാനും സാധിച്ചു. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഇന്ത്യയിൽ ആൾക്കാർക്ക് ആർക്കിടെക്ചറിനെ കുറിച്ച് വലിയ ധാരണയില്ല. വളരെ കുറച്ച് പേർക്ക് അറിയാം ആർക്കിടെക്ചർ എന്താണെന്ന്. മറ്റുള്ള ജനറൽ പബ്ലിക്കിന് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതായത് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല. അത് ഒരു വശത്ത്. പിന്നെ രണ്ടാമത്തെ വശത്ത് ആർക്കിടെക്ചർ മറ്റുള്ള എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ കമ്പ്യൂട്ടർ സയൻസോ അതൊക്കെ എന്ന് വെച്ചാൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉയർന്ന സാലറിയിലൊക്കെ ജോലി കിട്ടും. പക്ഷെ ആർക്കിടെക്ചർ 5 വർഷത്തെ കോഴ്സാണ്. അതും 5 വർഷത്തെ കൊണ്ട് പലവരും 5 വർഷം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യില്ല. അത് ചിലപ്പോൾ 6 വർഷം 7 വർഷമൊക്കെ എടുക്കും. അതും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും. മിക്കവരും അവരുടെ അസൈൻമെൻറ്റും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്കമില്ലാത്ത രാത്രികളിലൊക്കെ വർക്ക് ചെയ്ത് ആണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ പലവരും ഇത്രയും വിഷമമില്ലാത്ത കാരണം പലവരും ആ കോഴ്സേ കംപ്ലീറ്റ് ചെയ്യാറില്ല. അപ്പോൾ മറ്റുള്ളവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സാലറിയിലെ ജോലിയൊന്നും കിട്ടൂല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബോധമില്ല ആർക്കിടെക്ചർ എന്താണ്, ആർക്കിടെക്ചറിനെ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്,
അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പൊതുജനങ്ങൾക്ക് ആർക്കിടെക്ചറിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കുക, ഒരു വളരെ ചെറിയൊരു ഐഡിയ, ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക. ആർക്കിടെക്ചറിനോട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു ഐഡിയ കൊടുക്കുക. രണ്ടാമത്തേത്, ഈവൻ ഞാൻ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞിട്ടും ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്ത യങ് ജനറേഷൻസിന് അവർക്ക് ഒരു കോൺഫിഡൻറ്റ് ഇല്ല. എന്താ വെച്ചാൽ എന്നെക്കാണിയും എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നതിനേക്കാളും 3 ഇരട്ടി 4 ഇരട്ടി ശമ്പളത്തിൽ ജോലി കിട്ടാനുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ഒരു ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിയുടെ മനസ്സിൽ വളരെ ഒരു നിരാശ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇതൊരു ആർക്കിടെക്ചർ ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്, അതിനൊരു ഭാവി ഇല്ലാത്ത എന്നുള്ളൊരു ബോധം എല്ലാവരുടെ മനസ്സിലുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം. ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സാലറി മാത്രമല്ല. ആർക്കിടെക്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ആർക്കിടെക്ചറിലുണ്ട് നമുക്ക് സമൂഹത്തിൽ എന്തൊക്കെ നേടാൻ പറ്റും, ആർക്കിടെക്ചറിലുണ്ട് നമുക്ക് എത്രത്തോളം മനസ്സിന് സംതൃപ്തി കിട്ടാൻ വേണ്ടി പറ്റും, അത് ഒരുപാട് വശങ്ങൾ ഉണ്ട് ആർക്കിടെക്ചർ. അതൊക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനത് എഴുതിയത്. അത് എത്രത്തോളം വിജയിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെങ്കിൽ എൻ്റെ ഒരു കടമ ചെയ്തു. അപ്പോൾ ഈ കിട്ടിയത് കാരണം ഞാൻ സാധാരണ അങ്ങനെ കൂടുതൽ വായിക്കുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. സാധാരണ ന്യൂസ് പേപ്പർ വായിക്കും, മറ്റുള്ള പല പുസ്തകങ്ങളും ഫുള്ള് വായിച്ചിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വായിച്ചു വെക്കും എന്നല്ലാതെ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പുസ്തകം വായിക്കുന്ന ഒരു ഹാബിറ്റൊന്നും ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ഐഡിയ അത് കാരണം ഞാനത് കുറിച്ചിട്ടു, അത് പുസ്തക രൂപത്തിലാക്കി, അത് ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്തു. ഇനിയും അവസരം കിട്ടിയാൽ ഇന്നും പുസ്തകം എഴുതണമെന്നുണ്ട്. അറിയില്ല, അത് ഇനിയിപ്പം അവസരം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യ കണ്ടതിൽ വച്ച് ഏറ്റവും പ്രശസ്തനായ ആർക്കിടെക്ട് പത്മഭൂഷൺ ഡോക്ടർ ആർക്കിടെക്ട് ഹാഫീസ് കോൺട്രാക്ടർ സുരേഷ് ബാബുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. I think it's a great occasion that one of the guys who worked with me has written a book and talking about his journey. I am here not because of that only. I am here because whatever time he spent with me in the office, I found him to be a very nice human being and a guy who has never given any hiccups. And I think that's a very good thing that I should say that everybody here worked. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിന്റെ മുഖം മാറ്റിക്കുറിച്ച് ഡെവലപ്പർ ആൻഡ് ഫിലാന്ത്രോഫിസ്റ്റ് ആയ ഡോക്ടർ നിരഞ്ജൻ ഹിരാനന്ദിനി പറയുന്നത് നമുക്ക് കേൾക്കാം. I'm really delighted to be over here, especially with the book on architecture and done by Suresh Babu. So congratulations to you tremendously for what you've done. Well, Hafiz Contractor takes the role since he's got so many of his juniors who have become leaders in architecture, including Suresh Babu. I think it's a great thing that you have written this book because it gives you an idea of you presenting what architects are all about and what it means to be an architect. So it's really very nice to read this. ജന്മഭൂമിയായ അമേരിക്കയെ വിട്ട് ഇന്ത്യയെ കർമ്മഭൂമിയാക്കി മാറ്റിയ പ്രശസ്ത ആർക്കിടെക്ട് ആൻഡ് ഫിലോസഫർ ക്രിസ്റ്റഫർ ബെറിഞ്ചർ പറയുന്നത് കേൾക്കാം. And so Suresh becomes kind of a friend of mine, an intellectual friend, not a friend who sits with me and drinks coffee and tea and gossips about other architects, but a friend who thinks and writes and we can exchange ideas. And I think books ignite and catalyze this kind of a discussion. What is unique about this book and very different from other books which try to speak to people as a guru to the public? This book says if you're looking for a guru or a mentor, look in the mirror, learn from yourself, and that's what this book is all about. ഓക്കെ, അപ്പം സാറിന് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നമുക്കറിയാലോ, നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ്. സോ സാറിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ട് എൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ. അത് തുടങ്ങുന്നത് എൻ്റെ അച്ഛൻ്റെ തന്നെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ കൂടെ സൈറ്റിൽ പോകാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മാത്രമല്ല അച്ഛൻ്റെ ഉള്ളിൽ എൻ്റെ മകനെ ഒരു എഞ്ചിനീയറായി കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഭാഗത്ത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു, കുട്ടിയായ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു.
അതറിയുന്നത് ഞാനൊരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് BSc ചേർന്ന് ആ സമയത്താണ് അറിഞ്ഞത് അച്ഛൻ്റെ ഉള്ളിൽ 10th കഴിഞ്ഞാൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ 12th കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്താണ്, ജീവിതത്തിൽ എന്തൊക്കെ ആകാൻ പറ്റും, ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തും അച്ഛൻ്റെ എൻ്റെ മകൻ ഇങ്ങനെയാണെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. അതൊരു എനിക്ക് എപ്പോഴും ഒരു മനസ്സിലൊരു പ്രചോദനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ അമ്മ എന്നും എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു തരാനും എന്ത് സഹായം ചെയ്തു തരാനും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെയാണ് എൻ്റെ അനുജനും എൻ്റെ സിസ്റ്റേഴ്സും രണ്ടുപേരും അത്രയും സ്നേഹവും സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എൻ്റെ ഭാര്യ. ആ ഭാര്യയും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തായിരുന്നു. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുടുംബങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നോക്കും, അത് മാനേജ് ചെയ്യുകയൊക്കെ ചെയ്തത് എൻ്റെ ഭാര്യയായിരുന്നു. 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മകൻ എന്നെ പോലെ തന്നെ ഒരു ആർക്കിടെക്റ്റാണ്, ബോംബെയിൽ പഠിച്ചു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ന്യൂയോർക്കിൽ പോയി അവിടെ നിന്ന് ചെയ്തു. പിന്നെ അവിടെ തന്നെയാണ് ജോയിൻ ചെയ്തത്. മകള് കോയമ്പത്തൂർ വെച്ചിട്ട് ഡിസൈനിങ്ങിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം ട്രാൻസ്ഫോർമേഷൻ ഡിസൈനിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ് പോയിട്ട് ഡിഗ്രി എടുത്തു. ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞു. ബാംഗ്ലൂരിൽ തന്നെയാണ്. എൻ്റെ സൺഡിലവും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ന്യൂ ജനറേഷൻ ആയത് കാരണം തന്നെ ചിലപ്പോൾ ഞാനൊക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാം. അപ്പോൾ അവർക്ക് എനിക്ക് ജസ്റ്റ് ഒരു മക്കളെന്ന് മാത്രമല്ല, എൻ്റെ ഒരു അഡ്വൈസർ, അതല്ലെങ്കിൽ എൻ്റെ ഒരു ആയിട്ട് കൂടി ഞാൻ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഒരു അഡ്വൈസറായിട്ട് കൂടി ഞാൻ അവരെ കാണാറുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഫാമിലിയും ആയിട്ടുള്ള. ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി മാനാണ്. അപ്പോൾ ഇനി എന്ത് തിരക്കുണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടായാലും വൈകിട്ട് എങ്ങനെയായിട്ടും ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ വാസ്തുവിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അവരും എന്നെ ഭയങ്കര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് വാസ്തു സംബന്ധമായി ചിലത് പഠിക്കാൻ പറ്റി. പിന്നെ അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർ വാസ്തുശാസ്ത്രത്തിൻ്റെ വലിയ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരായിരുന്നു. അമ്മമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അത്രയും സ്നേഹം കൊണ്ട് പൊതിയായിരുന്നു. ഞാൻ എപ്പോഴും അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പുഴയിൽ നിന്ന് മത്സ്യമൊക്കെ പിടിച്ച് മത്സ്യത്തിൻ്റെ കറി മുളീഷനൊക്കെ ആക്കി തന്നത്, അതിൻ്റെ ടേസ്റ്റൊക്കെ ഇന്നും എൻ്റെ നാവിൽ ഊറുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. അവിടെ എൻ്റെ മാമന്മാർ, അവരുടെ കൂടെ മാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ പ്രായമാണ് അവർ, അവരുടെ കൂടെ കുളത്തിലും അവിടെ ഇവിടെയൊക്കെ കളിച്ച് നടന്ന് അതൊക്കെ ഒരു ഭയങ്കരം ഓർമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അമ്മയുടെ ചേച്ചി അവരുടെ ഭർത്താവും അവരുടെ വീട്ടിൽ ഞാൻ പോകാറുണ്ടായിരുന്നു, അവർ വരാറുണ്ടായിരുന്നു. അവരൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹവും ഇതൊക്കെ തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് എൻ്റെ ഒരു കഴിവും ഇതിൻ്റെ അകത്തില്ല. ഇവരുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും അതാണ് എന്നെ ഞാനാക്കിയത് ഇതുവരെ. അപ്പൊ എന്തായാലും സുരേഷ് സാറ് ഫാമിലിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിഞ്ഞു. ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. സോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാമോ? സ്നേഹിതർ എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പകാലം മുതൽ തന്നെ ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ ഈ സ്നേഹബന്ധങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഞാൻ സ്കൂളിലൊക്കെ ചേരുന്നതിന് മുമ്പായിട്ട് ഇല്ല സ്നേഹിതന്മാർ ഇപ്പോഴും ഞാൻ അവരുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പോഴും ഞാൻ 1ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച പലരുമായിട്ട് ഞാൻ ബോംബെയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ചില സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. അമേരിക്കയിൽ സിയാറ്റിലുണ്ട്, ലണ്ടനിലുണ്ട്, അതുമാതിരി ഓസ്ട്രേലിയയിലുണ്ട്, പല ഭാഗത്തുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ എല്ലാ മാസവും അവരുമായിട്ട് സംസാരിക്കുമോ, അല്ലെങ്കിൽ പരസ്പരം നമ്മുടെ ജീവിതത്തിലെ പല സംഭവം അവരുമായിട്ട് കൈമാറുമോ, അവരുടെ ജീവിതത്തിലെ ഓരോ സംഭവം നമ്മുമായിട്ട് കൈമാറും. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം. അതല്ലാതെ നമ്മൾ ജോലി ചെയ്തു, വീട്ടിൽ വന്നു, കുറേ പൈസ ഉണ്ടാക്കി, ഇവിടെയൊക്കെ പോയി ഇവിടെ പോയി, അതിനേക്കാളൊക്കെ എത്രയോ ഇത് കോളേജിൽ പഠിച്ചു, പ്രീ ഡിഗ്രിക്ക് പഠിച്ചു, അവരിലെ കൂട്ടുകാരിപ്പോഴും പലരുമായിട്ടും ഇത് ബന്ധം ആക്കുന്നുണ്ട്. ഇതിനിടയിൽ എത്രയോ വർഷത്തിന് ശേഷം 40-45 വർഷത്തിന് ശേഷം അവരുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മൾ ഉല്ലസിച്ച് ഒരു ബോട്ട് യാത്രക്കൊക്കെ പോയി നമ്മളൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരിതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രീനാരായണ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പല ആൾക്കാരും അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 1-2 പേരൊഴിച്ച് ബാക്കിയുള്ള ആൾക്കാരായിട്ട് കഴിഞ്ഞ 45-48 വർഷമായിട്ട് ആരുമായിട്ടും കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവരുമായിട്ട് കൂടിച്ചേരാൻ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ 1-2 വർഷത്തിന് മുമ്പ് കഴിഞ്ഞു. അവരുമായിട്ട് ഇപ്പോഴും ദിവസം തമാശകൾ പങ്കുവെക്കുകയും അല്ലെങ്കിൽ ഐഡിയകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓരോ തമാശയും ഓരോ കുസൃതികളും ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചിലവർ വളരെ ഹൈ ലെവലിൽ ആൾക്കാരായിരിക്കും, ചിലവർ
ജീവിതത്തിൻ്റെ വളരെ താഴ്ത്തട്ടിൽ ലെവലായിരിക്കും. പക്ഷെ നമ്മുടെ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയിലല്ലേ അതിൻ്റെ അകത്ത് അവിടെ വലിപ്പ ചെറുപ്പോ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. എല്ലാവരും ഒരേമാതിരി ഇരുന്നിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഒരേ ഐഡിയയിൽ ഒരേ ഭാഷയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് കരുതുന്നു. എന്താ വെച്ചാൽ പലവർക്കും ചെറുപ്പത്തിലെ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലുള്ള ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് എങ്ങനെയാ ഈ ഇത്രയും കാലം ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നത്? ഇപ്പൊ സ്മാർട്ട് ഫോൺ ഉണ്ട്, പക്ഷെ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്ത കാലത്ത് ഫ്രണ്ട്ഷിപ്പിന് അല്ലെ സൗഹൃദത്തിന് എനിക്ക് തോന്നുന്ന സ്മാർട്ട് ഫോണോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒന്നും ഒരു തടസ്സമായിരുന്നില്ല. പണ്ട് സ്മാർട്ട് ഫോണോ ഒന്നും ഇല്ലാത്ത കാലത്ത് കൂടി ഞാൻ ബാംഗ്ലൂരായിരുന്നു, അതിനുശേഷം ബോംബെയിലായിരുന്നു. ഞാൻ ഓരോ ഇടവേളകളിൽ നമുക്ക് ലഞ്ച് ടൈമൊക്കെ കിട്ടുമല്ലോ, ആ ഇടവേളകളിൽ കൂടി അന്നൊക്കെ നമ്മൾ പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻലൻഡ് അതിലായിരുന്നു എഴുത്തെഴുതുക. ഓരോ ഫ്രണ്ട്സിനും നമ്മളായിട്ട് അടുപ്പില്ല ഓരോ ഫ്രണ്ട്സിനും അന്ന് എഴുത്തെഴുതുമായിരുന്നു. ഇൻലൻഡിൽ എഴുത്തെഴുതുമായിരുന്നു, അത് പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുക. അവരതിന് മറുപടി അയക്കും. പിന്നെ അവർ നാട്ടിൽ വരുമ്പോൾ നമ്മൾ കൂടി കാണും. ഇന്നത്തെ മാതിരി ഇൻ്റർനെറ്റ് മാതിരി ഡേ ടു ഡേ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ആ ഒരു മനസ്സുമായിട്ട് എപ്പോഴും അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തുകുത്തുകൾ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഒരു ഫ്രണ്ട്സിനൊക്കെ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തൊക്കെ STD ഫോണൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം, 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തുമാണ് STDൻ്റെ കാണാൻ കിട്ടുക. എന്നാലും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ, പ്രീ ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ ഓരോരാളും ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോവുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ലൈനിലേക്ക് പോയ ഒരു ഫ്രണ്ട് അവരുടെ പുതിയ രീതിയിൽ എന്തൊക്കെയാണ് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് എഴുത്തയക്കുമായിരുന്നു. ഞാൻ തിരിച്ച് അങ്ങോട്ടും അയക്കുമായിരുന്നു, തമാശകൾ പങ്കുവെക്കുമായിരുന്നു. പിന്നെ സ്മാർട്ട് ഫോണൊക്കെ വന്നതിന് ശേഷം സ്നേഹബന്ധം ഈ സെയിം, പക്ഷെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അത് ഡേ ടു ഡേ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലായി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലായി. അത്രേ ഉള്ളൂ. സ്നേഹബന്ധം എപ്പോഴും വെദർ ഇറ്റ്സ് സ്മാർട്ട് ഫോൺ ഓർ നോൺ സ്മാർട്ട് ഫോൺ, ഇറ്റ്സ് ആൾ റിമൈൻസ് സെയിം. സാർ, അപ്പൊ ഇന്ന് ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് വയനാടാണ്. വയനാടിന് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറയാമോ? വയനാട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു സ്കോട്ട്ലാൻഡ് എന്നൊക്കെ പറയും, കേരളത്തിൻ്റെ സ്കോട്ട്ലാൻഡാണ് എന്നൊക്കെ പറയും വയനാട്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭൂപ്രകൃതി, അതുകൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും ഒരു സുഖമായിട്ട് താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് അവിടെ എസ്റ്റേറ്റ് എടുത്തതും അവരുടെ വീടുകൾ എടുത്തതും ഒക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ കുന്ന്, മലകൾ, അതിൻ്റെ അടുത്ത് വരുന്ന നീർച്ചാട്ടങ്ങൾ, പുഴകൾ, ഫോറസ്റ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ ഇതുള്ളത്. അപ്പോൾ ഇത് ഒരു 200 വർഷം മുൻപ് വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റിൽ ആദിവാസികളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആദിവാസികൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ സ്പന്ദനം, ആ പ്രകൃതിയുടെ സ്പന്ദനം അവർക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു. അതിനെങ്ങനെ ഡീൽ ചെയ്യണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു 200 വർഷം മുൻപ് വരെ അവിടെ വലിയൊരു പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അഥവാ പ്രശ്നങ്ങൾ അന്നേരം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ആദിവാസികൾക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ട അറിവുണ്ടായിരുന്നു. സപ്പോസ് ഇരുൾ പൊട്ടിയാൽ അല്ലെങ്കിൽ പ്രകൃതി ഓരോ സിഗ്നൽ കൊടുക്കും ഇവർക്കൊക്കെ. അപ്പോൾ അവർക്ക് അറിയായിരുന്നു എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എന്താ വെച്ചാൽ അവർ അതുമായിട്ട് അത്രയും ഇടചേർന്ന് നിൽക്കുന്നതെന്നാലും പറയുന്നില്ല, അതുപോലെയുള്ള ഒരു ജീവിതമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 200 വർഷം മുമ്പേ, ഞാനിത് ഹിസ്റ്ററിയിൽ വായിച്ചത് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിന്ന് വരും. ഒരു 200 വർഷം മുമ്പ് വരെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു ഫോറസ്റ്റൊക്കെ മാറ്റി അവിടെ ടീ കൂട്ടിൻ്റെ പ്ലാന്റേഷൻ അവർ തുടങ്ങി. ടീ കൂട്ടിൻ്റെ പ്ലാന്റേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് വളരെ സ്ലേവറിയും ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീ കൂട്ടിനെ കൊണ്ട് അവർക്ക് ഒരുപാട്, എന്താ വെച്ചാൽ അവർക്കും മോണിറ്ററി വേണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നെന്ന് വെച്ചാൽ അവർ പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ അവർ ടീ കൂഡ് അവർ എടുത്തു. പക്ഷേങ്കിൽ ഒരു ടീ കൂഡ് വലുതായി അവരതിൻ്റെ ക്രോപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 15-20 വർഷം വേണ്ടി വരും. ഇങ്ങനെ 10-15 വർഷം നമുക്ക് വെയിറ്റ് ചെയ്താലും ഇല്ല, നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ ടീ കൂഡ് മാറ്റിയിട്ട് അവർ ടീ എസ്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ടീ കൂഡ് ആകുമ്പോഴേ മലകളിലും അവിടെയൊക്കെ ചെറിയ വിള്ളലുകളും അതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മാറ്റി ടീ എസ്റ്റേറ്റ് ആക്കുമ്പോൾ അതിൻ്റെ റൂട്ട്സിൻ്റെ ഒക്കെ ആൾറെഡി അതിൻ്റെ അകത്തുണ്ട്. ആ റൂട്ട്സിൻ്റെ ആ ഒരു സോയിലും അതൊക്കെ കുറച്ച് ലൂസായി. പിന്നെ അതിന് ശേഷം ടീ എസ്റ്റേറ്റ് ആകുമ്പം ഒരുപാട് ഡാമേജ് ആയി അവിടെ. മാത്രമല്ല ഇവിടുത്തെ ആൾക്കാർ വളരെ ക്രൂവലായിട്ടായിരുന്നു ഈ ലേബേഴ്സിനൊക്കെ ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, അവർ പ്രകൃതിനെ ഒരുപാട് ഡാമേജ് ചെയ്തു, സെയിം ടൈം സൊസൈറ്റീനെ ഡാമേജ് ചെയ്തു. അപ്പോൾ രണ്ടും അങ്ങനെയാണ് നമ്മുടെ വയനാട്ടിൻ്റെ DK എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത്.
പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്കതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് വയനാടിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ സ്റ്റഡിയിൽ ഞാൻ ഒരു 10-15 വർഷത്തെ ഗൂഗിൾ ഇമേജ്, പണ്ടത്തെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഗൂഗിൾ ഇമേജ് ഞാൻ ഓരോ വർഷത്തെ അതിന് വരുന്ന മാറ്റങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോസ് 2015 നോക്കിയ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആയിരിക്കും. ഒരു 2 വർഷം 2017 ആകുമ്പോൾ ഫോറസ്റ്റിൻ്റെ ചില സ്ഥലത്ത് കുറച്ച് ഫോറസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പിന്നെ 2 വർഷം അത് കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ ചെറിയ ഒരു വിള്ളലുകൾ, ഒരു 17-18 വിള്ളൽ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഒരു 2 വർഷം കൂടുമ്പോൾ ആ വിള്ളൽ കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത്, നമ്മൾ ഒബ്സർവ് ചെയ്ത്, അത് നമ്മൾ ഒരു ഫോർസൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഇതൊരു 2 വർഷം കൂടി കഴിയുമ്പോൾ അവിടെ എന്തായാലും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. അതനുസരിച്ചിട്ട് നമ്മൾ പ്രിക്കോഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. ഉരുൾപൊട്ടൽ നമുക്ക് എന്തായാലും തടയാൻ പറ്റില്ല, ഉരുൾപൊട്ടൽ ഉണ്ടാവും. പക്ഷേങ്കിൽ ഉരുൾപൊട്ടൽ കൊണ്ട് നമുക്ക് ഇത്രയും വീടുകളും അല്ലെങ്കിൽ ഇത്രയും ജീവനുകളും നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് തടയാണ്, ഇനി അങ്ങോട്ട് ഇതുപോലെ ദുരന്തം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദുരന്തം ഉണ്ടായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഞാൻ അവിടെ പോവുകയും അവിടെ താമസിച്ചുകൊണ്ട് ആൾക്കാരുടെ വിഷമങ്ങളും അവിടുത്തെ ഭൂപ്രകൃതിൻ്റെ സവിശേഷതകളും അതൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട്, അതുപോലെ ഇനി ദുരന്തം എങ്ങനെ ഇല്ലാതിരിക്കണം, ഇനി ഭാവിയിൽ അതുപോലത്തെ ദുരന്തം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഇനി അഥവാ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിനെങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി പറ്റണം. അവിടുത്തെ ജനങ്ങൾ എന്നുവെച്ചാൽ വളരെ കഠിനാധ്വാനികളായിട്ടുള്ള ജനങ്ങളാണ്. ഒരുപാട് അവർക്ക് നോളജ് ഉണ്ട്. ഇവൻ ആദിവാസികൾക്കാണെങ്കിൽ വനത്തിനെക്കുറിച്ചും അതിനെക്കുറിച്ച് ഒരുപാട് അറിയാം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെക്കുറിച്ചായിരുന്നു ഞാൻ സ്റ്റഡി ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്തത്. പക്ഷേ അത് അവിടുത്തെ MLAക്ക് ഞാൻ ഇത് റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ട് എടുത്തിട്ടില്ല. എൻ്റെ റിപ്പോർട്ടിൽ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള നഷ്ടപ്പെട്ടവർക്ക് 4 മാസത്തിനുള്ളിൽ പുതിയ വീട്, അതായത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി 4 മാസത്തിനുള്ളിൽ വീട് കൊടുത്ത് അവർക്കൊക്കെ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യമായിരുന്നു ചെയ്തത്. വീട് മാത്രമായിരുന്നില്ല, മറ്റു കുട്ടികൾക്ക് പഠിക്കേണ്ട സൗകര്യം, പ്രായമായവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്രിയേഷൻ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം, അതൊക്കെ കൂടി. പിന്നെ മറ്റുള്ളവർക്ക് വെറും വീട് മാത്രം കിട്ടിയതുകൊണ്ട് അവർക്കാവില്ല, അവർക്കൊക്കെ ഒരു ഉപജീവനം വേണം. അപ്പോൾ ഉപജീവന മാർഗത്തിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, എന്ത് ഇൻഡസ്ട്രി കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽപരമായിട്ടോ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു. അത് പ്രമുഖമായിട്ടുള്ള എല്ലാ മലയാളം ചാനലിലും പേപ്പറിലൊക്കെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ മാഡത്തിൻ്റെ കയ്യിൽ ഞാൻ ആ റിപ്പോർട്ട് കൊടുത്ത് മാഡത്തിന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മിസ്റ്റേക്കാണോ അല്ല വേറെ സിസ്റ്റത്തിൻ്റെ മിസ്റ്റേക്കാണോ ഒന്നും എനിക്കറിയില്ല, അത് ഗവൺമെൻറ് കൂടുതൽ പരിഗണിച്ചില്ല. പക്ഷെ ഇന്നും എനിക്ക് അവിടെ വീടുകൾ റെഡിയാകാൻ തന്നെ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. വയനാട്ടിനെ കുറിച്ച് റിസർച്ച് ചെയ്ത പല ആൾക്കാരുമായിട്ട്, അതായത് നമ്മുടെ പ്രൊഫസർ ഗാഡ്ഗിൽ, അയാൾക്ക് കഴിഞ്ഞ വർഷത്തെ യുണൈറ്റഡ് നേഷൻ്റെ പാരിസ്ഥിതിക അവാർഡ് ലഭിച്ച ആളാണ്. അവർ വയനാട്ടിനെ കുറിച്ച് ഒരുപാട് റിസർച്ചും ഒരുപാട് പഠനങ്ങളും ചെയ്ത് അതിൻ്റെ ഓരോ കാരണങ്ങളും അവിടുത്തെ സാമൂഹ്യമായിട്ടുള്ള എന്തൊക്കെയാണ്, പ്രകൃതിപരമായിട്ട് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്താണ്. അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുമായിട്ട് ഇരുന്ന് മണിക്കൂറുകളോളം അയാളുമായിട്ട് സംസാരിച്ച് അയാളുടെ ഐഡിയകളും ഇതൊക്കെ ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടപ്പെട്ടവർക്ക് അത്ര സീരിയസ് ആയിട്ട് അവരെടുത്തിട്ടില്ല. അറിയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ടോ അങ്ങനെയൊന്നും പറയുന്നതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ ജനങ്ങൾ ഇതിനേക്കാളും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്നുണ്ട് അവർ. പക്ഷെ എന്തോ കാരണത്താൽ അവർക്ക് അത് കിട്ടേണ്ട അത്ര പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അന്ന് ദുരന്തം നടന്ന സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ഫാമിലിയായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അയാളുടെ ഫാമിലി കംപ്ലീറ്റ് പോയായിരുന്നു. ശരിക്കും അയാൾ സ്ട്രീറ്റിൽ ഈ പാട്ടൊക്കെ വായിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ ജ്യേഷ്ഠനാണ് ഇയാൾക്ക് വേണ്ടുന്ന സാധനങ്ങളും ഈ സൗണ്ട് സിസ്റ്റവും അതൊക്കെ എടുത്തിട്ട് സഹായിക്കുന്നത് ഇയാളായിരുന്നു. അപ്പോൾ ഞാനന്ന് പോയപ്പോഴും അയാൾ കൂട്ടിയിട്ടാണ് എന്നെ ഓരോ സ്ഥലവും, ഓരോരാളുടെ വീട് ഇന്ന സ്ഥലത്തായിരുന്നു വീട്, ഈ വീട്ടിൽ ഇന്നവരൊക്കെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ പോയായിരുന്നു, എൻ്റെ വലിയച്ഛനായിരുന്നു ഇത്, എൻ്റെ ഇളയച്ഛനായിരുന്നു ഇത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നായിരുന്നു. അയാൾക്ക് ഇന്ന് ജീവിക്കേണ്ട ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ അയാൾക്ക് വേണ്ടുന്ന മ്യൂസിക്കിന് വേണ്ടുന്ന കംപ്ലീറ്റ് സ്പീക്കർ സിസ്റ്റവും അതൊക്കെ ഞാൻ അയാൾക്ക് കൊടുത്തു. അതിൽ കൂടുതൽ എനിക്കിപ്പം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പിന്നെ അത് കൂടാതെ വേറെ ഒന്നും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീടും റോഡും സ്കൂളും അതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് അവിടുത്തെ തകർന്ന മനസ്സ്, അവിടുത്തെ മനുഷ്യന്മാരുടെ തകർന്ന മനസ്സ്. നമുക്കൊരിക്കലും റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല.
അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു സംഘടനയുണ്ട്. ഞാൻ അവരുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. ഞാൻ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യുന്നില്ല. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഗ്രൂപ്പിന്റെ പേരാണ് ഐ മൈൻഡ് ദി മൈൻഡ്. ഐ മൈൻഡ് ദി മൈൻഡ്. 4000-5000 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണത്. അതിൻ്റെ അകത്ത് എല്ലാവരും സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെയാണ് അതിൻ്റെ അകത്തിൽ. അവർ സൗജന്യമായിട്ട് അവർ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ആഴ്ചയും അവരൊരു ഗ്രൂപ്പ് ഉണ്ട്. 4-5 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഓരോ വീട്ടിലും പോയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുക. തകർന്ന ആൾക്കാർക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൗൺസിലിംഗ് കൂടെ ഫ്രീ ആയിട്ട്. അതിന് ഗവൺമെൻറ് സപ്പോർട്ടും അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അകത്തൊരു ഡോക്ടർ നെൽസൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ മുൻഗണന എടുത്ത് ചെയ്യുന്നത്. അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ അവരുടെ മീറ്റിങ്ങിനൊക്കെ പോകാൻ വേണ്ടി എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഡോക്ടർ സ്വാമിനാഥൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വയനാട്ടിൽ. അവരും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഐ മൈൻഡിന് വേണ്ടിയിട്ട് അവർ ഫുള്ള് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്വാമിനാഥൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഷക്കീല എന്ന് പറഞ്ഞൊരു സ്ത്രീ ആയിരുന്നു. അവരും ഇതിന് ആക്റ്റീവായിട്ട് ഒരുപാട് സഹായം ചെയ്തു കൊടുക്കുന്നത്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ അത്രയും ഗവൺമെൻറ് ഇവരുമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നില്ല എനിക്ക് സംശയമുണ്ട്. ആസ് എൻ ഇൻഡിവിജ്വൽ ഐ ഹാവ് എ ലിമിറ്റേഷൻ. അപ്പോൾ അതിൽ വെച്ച് ഞാൻ ചെയ്തു. ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും കാലത്ത് വരുമായിരിക്കും അത്. വയനാടിന്റെ ഈ ഒരു സ്റ്റോറി ലൈനിൽ സത്യം പറഞ്ഞാൽ സാർ വന്നിട്ടാ ഞാനീ പറയുന്നത്. കേരളത്തിൽ നിന്നിട്ട് കൂടി ബോംബെയിൽ ഉണ്ടായ സാറ് പറയുമ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത്. സച്ച് എ വണ്ടർഫുൾ. കേരളത്തിലെ വികസനത്തെ കുറിച്ച് സാറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? കേരള വികസനം എന്ന് പറയുമ്പോൾ ശരിക്ക് നമുക്ക് പ്രകൃതി തന്നെ ഫുള്ള് വികസിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഭൂപ്രകൃതി, നദികൾ, പർവ്വതങ്ങൾ, മനോഹരമായ ബീച്ചുകൾ, വയൽപ്പാടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ഫോറസ്റ്റ്, ഇതെല്ലാം ഒത്തുചേർന്ന ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് വേറെ കൂടുതൽ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അത്രയും മനോഹരമായ അല്ലെങ്കിൽ അത്രയും ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മാത്രമല്ല പ്രകൃതി തന്നെ ഇവിടെ ജനിച്ച് വളർന്ന ഓരോ കുട്ടിക്കും അവരുടേതായ ഇൻ്റലിജൻസ് ലെവലും ഒക്കെ ഒരുപാട് ഹൈ ഇൻ്റലിജൻസ് IQ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം മതി. നമ്മുടെ സ്ഥലം, നമ്മുടെ നാട് അല്ലെ കേരളം ലോകത്തിലെ ഒരു നമ്പർ 1 ലിവിങ് സ്പേസ് ആയിട്ട് ഇത് മാത്രം മതി. നമ്മൾ ഇവിടെ ശരിക്ക് ഭരണത്തിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ഭരിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാർക്കും ഇതിനെ മനസ്സിലാക്കി അതിനെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്താൽ തന്നെ നമുക്ക് ഇതായി. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഭരണത്തിൽ വരുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ നേതൃത്വം നൽകുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് എത്രത്തോളം ബോധമുണ്ട് എന്ന് എല്ലാവർക്കും അല്ല പറയുന്നത്. ചിലവർക്ക് ഇതിനെപ്പറ്റി ബോധമില്ല. ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ പലവർക്കും ഇതിനെക്കുറിച്ച് ബോധമില്ല. പലവർക്കും ഇവിടെ ഉള്ളതിന് ഈ പ്രകൃതിനെ അല്ലെങ്കിൽ കാടിനെ അല്ലെ മറ്റിനെ ഇതിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുക അല്ലെ ഇതിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതിനാണ് കൂടുതൽ. അങ്ങനെ നശിപ്പിക്കുന്ന അവർ ഡയറക്റ്റായിട്ട് നശിപ്പിക്കുന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നശിപ്പിക്കാൻ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം ചെയ്യുന്നതാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതായത് വെള്ളപ്പൊക്കങ്ങൾ അല്ലെ മലയിടിച്ചിലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ കണ്ട മാതിരി ഒരു അശ്രദ്ധ. അതുകൊണ്ടാണ് ഇന്നലെ ഒരു സ്കൂളിലെ കുട്ടി ഇത് വന്നത്. അതുപോലെ ഓരോ ദിവസവും നമ്മൾ ന്യൂസ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിക്കലെ അപകടം അല്ലെങ്കിൽ മറ്റുള്ള ഇത് അതുപോലെയുള്ളത്. അത് ശരിക്കും പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സയൻസ് അതായത് ശാസ്ത്രത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ ക്ലൈമറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ട്. ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റിന് അതിനെക്കുറിച്ചൊക്കെ ഓരോ ധാരണയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഭൂപ്രകൃതി ഇന്നതാണെങ്കിൽ അതിൽ എവിടെ വീട് കെട്ടണം, വീട് കെട്ടുന്നുണ്ട് എങ്ങനെ കെട്ടണം, അല്ലെങ്കിൽ എവിടെ ഇതിലൂടെ റോഡ് വരണം, ഇതിലൂടെ കൃഷി ചെയ്യണം, എവിടെ ഫോറസ്റ്റ് വേണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇതൊന്നും വരില്ല. എങ്ങനെയൊക്കെ നദീനെ നമുക്ക് സംരക്ഷിക്കണം അല്ലെങ്കിൽ വനത്തിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദുരന്തങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ പറഞ്ഞ മാതിരി കുട്ടികൾ മരിച്ചതിൻ്റെ അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും റോഡ് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടുന്നതിനും അല്ലെങ്കിൽ ഒരെന്ത് ചെയ്തതിനും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചെയ്യേണ്ട രീതിയുണ്ട്. അതുമാതിരി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു ദുരന്തങ്ങളൊക്കെ 100% ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 90% നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇപ്പോഴുള്ള ഭൂപ്രകൃതി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ക്ലൈമറ്റിൻ്റെ അതായത് കാലാവസ്ഥയുടെ സ്വഭാവം അത് നമുക്കറിയാം. എത്രയോ നൂറ്റാണ്ടുകളായിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മുടെ പൂർവികന്മാർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് മറ്റേ ഞാറ്റുവേല അങ്ങനെ ഓരോ അതിനനുസരിച്ച് ജീവിക്കാനും. ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ
അതിൽ നിന്ന് കുറേയൊക്കെ ആ പ്രകൃതിയുടെ രീതിയിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ദുരന്തങ്ങൾ വരുന്നത്. നമ്മൾ ശാസ്ത്രീയമായിട്ട് എത്ര ഡെവലപ്പ് ചെയ്താലും, എത്ര ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ പ്രകൃതിനെ തൊട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല. പ്രകൃതിനെ നമ്മൾ മനസ്സിലാക്കുക, പ്രകൃതിക്കനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിന് സ്വർഗം എന്നെല്ലാം പറയുന്നില്ലേ, അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് കേരളത്തിനെ മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് വേണ്ടുന്ന മനസ്ഥിതി ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ നേതാക്കന്മാർക്കും അല്ല മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടെങ്കിൽ വളരെ വളരെ ഈസിയാണ്. പക്ഷെ അത് ചെയ്യേണ്ട ഒരു മനസ്ഥിതി വേണം. എനിക്ക് കേരളത്തിൽ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ആവേശമായിരുന്നു, ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾ മുമ്പ് അന്ന് ഇന്ത്യയിൽ എവിടെയും ഒരു ഷോപ്പിംഗ് മാൾ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, അന്ന് ചിലപ്പോൾ 25 വർഷം മുൻപായിരിക്കും, കറക്റ്റായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അന്ന് നമ്മുടെ കേരളത്തിലെ ഒരു ക്ലയൻറ്റ്, അവർ ഖത്തർ ബേസ്ഡ് ആണ്, ഖത്തറിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. അവർക്ക് കേരളത്തിൽ ഒരു ഷോപ്പിംഗ് മാൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ വന്നായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിൽ പോയിട്ട് അന്നത്തെ ഏറ്റവും പ്രശസ്തമായൊരു മാളുണ്ടായിരുന്നു, ബ്ലൂ വാട്ടർ മാൾ എന്ന് പറഞ്ഞ്. അവിടെ പോയി അവിടെ താമസിച്ച് ആ ബ്ലൂ വാട്ടർ മാളിനെ കുറിച്ച് ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് ഞാൻ പഠിച്ച് അവിടെ കൊണ്ടുവന്ന് അതിനെ ഡ്രോയിങ് ആക്കി അതിനെ ഡിസൈനാക്കി അവർക്ക് കൊടുത്തായിരുന്നു. തൃശ്ശൂർ എനിക്കൊന്ന് പൊൻകുന്നത്ത്. പക്ഷേങ്കിൽ ചില കാരണങ്ങൾ അവർക്കൊന്നും അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അന്ന് അവരത് ചെയ്തിരുന്നെങ്കിൽ അത് ഇന്ത്യയിലെ ഫസ്റ്റ് ഷോപ്പിംഗ് മാളായി മാറുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് വന്നിട്ടില്ല. പിന്നെ അതെന്തോ കാരണം കൊണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ പിന്നീട് അവർ വേറെ ഒരു ആർക്കിടെക്റ്റ് കൊണ്ട് അത് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ഈ കാമാത്തിപുര പുനർനിർമ്മാണം സാറാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കാമാത്തിപുര എന്ന് പറയുന്നത് ബോംബെയുടെ ഹൃദയം എന്ന് പറയാം. അതായത് ബോംബെയിലെ ഏറ്റവും സെൻട്രലായിട്ടുള്ള ഒരു സ്ഥലമാണ്. സൗത്ത് മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരിമാൻ പോയിന്റ്, ബൈക്കള, മലബാർ ഹിൽ, വാൽക്കേശ്വർ ഇങ്ങനെയൊക്കെ ഏരിയ ഉള്ളതാണ് സൗത്ത് മുംബൈ എന്ന്. ഈ സൗത്ത് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പണക്കാരായ ആൾക്കാർ താമസിക്കുന്നത്. ഈ മലബാർ ഹിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ആ ഏരിയ, ഇന്ന് അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എനിക്ക് തോന്നുന്നു 2,75,000 rupees ഒരു പെർ സ്ക്വയർ ഫീറ്റിന്റെ വിലയാണ്. ഇതിനിടയ്ക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നുണ്ട് ഒരു ഫ്ലാറ്റിന്റെ. അതായത് 2,75,000 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്റെ. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് 30 കോടിയാണ് അതിൻ്റെ ഇത്. അതൊരു 3,000-4,000 എനിക്ക് തോന്നുന്നു 400-500 കോടി രൂപക്കാണ് അവിടെ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് വാങ്ങി. ഒരു ഫ്ലാറ്റാണ് പറയുന്നത്. അതുപോലെ ആയിരക്കണക്കിന് ഫ്ലാറ്റ് ഉണ്ട് അവിടെ. ആ ഏരിയ ഒരു കാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ ബോംബെയിൽ വരുന്നതിന് മുമ്പായിട്ട് ആ എൻ്റയർ ഏരിയ, മലബാർ ഹിൽ എന്ന് പറയുന്ന ഏരിയ, അതിൻ്റെ ഉടമസ്ഥ ഒരു കണ്ണൂർക്കാരനായിരുന്നു. ഇതും എനിക്കൊരു പുതിയൊരു അറിവാണ്. പക്ഷെങ്കിൽ ഇവരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു വ്യാപാര തർക്കത്തിൽ ഈ നമ്മുടെ കണ്ണൂർക്കാരൻ ബ്രിട്ടീഷുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത ഏരിയ ആയിരുന്നു ഈ മലബാർ ഹിൽ. പക്ഷെ അത് ബ്രിട്ടീഷുകാർ ആ ഏരിയ ഡെവലപ്പ് ചെയ്ത് അവിടെ ടോപ്പ് ക്ലാസ് ആയി ആൾക്കാരെ താമസിപ്പിച്ചു. ഇന്ന് ടാറ്റ ആയാലും ബിർള ആയാലും മുകേഷ് അംബാനി ആയാലും അല്ലെങ്കിൽ അഡാനി ആയാലും അവരുടെയൊക്കെ വീടുള്ളത് ഈ മലബാർ ഹില്ലിലാണ്. അപ്പോൾ അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന് തൊട്ടിട്ടുള്ള ഒരു ഏരിയയാണ് കാമാത്തിപുര. ഈ കാമാത്തിപുരയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഈ ബോംബെ തന്നെ ഉണ്ടായത് ഒരു 250 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ബോംബെ എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന്റെ ചെറിയ ചെറിയ ദ്വീപുകളായിരുന്നു. 7 ദ്വീപുകളായിരുന്നു ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ബോംബെ, മസ്ഗാവ് അങ്ങനെ പറഞ്ഞിട്ട് 7 ദ്വീപുകളായിരുന്നു. ആ 7 ദ്വീപുകളെ യോജിപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ബ്രിട്ടീഷ് അന്നത്തെ അധികാരി യോജിപ്പിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ബോംബെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ദ്വീപുകളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളൊരു റോഡൊന്നും ഉണ്ടായിരുന്നു, ബലാസിസ് റോഡ്. ഒരു 200 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ബലാസിസ് റോഡ്. ആ ബലാസിസ് റോഡിൻ്റെ തൊട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കാമാത്തിപുര. അന്ന് അത് വളരെ ഭംഗിയില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനു കൂടെ തന്നെ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനും മറ്റുള്ള പല ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബോംബെയിലെ പ്രശസ്തമായ പല ബിൽഡിങ്ങുകളും, അതായത് CST റെയിൽവേ സ്റ്റേഷൻ, ബോംബെ ഹൈക്കോർട്ട്, ബോംബെ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകൾ. അതൊക്കെ ചെയ്യാൻ വേണ്ടി ബോംബെയിൽ അതിന് ആൾക്കാരില്ല, എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് തെലങ്കാനയിൽ നിന്ന് അല്ലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആ റീജിയനിൽ നിന്ന് കാമാത്തികൾ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ, കാമാത്തി എന്ന് പറഞ്ഞാൽ ജോലിക്കാർ എന്നർത്ഥം. കാം എന്ന് വെച്ചാൽ ജോലി എന്നല്ല, ആ ജോലിക്കാരെ നമ്മളിവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവരെ
താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു, കാമാത്തികൾ താമസിക്കുന്ന ഏരിയ ആയിരുന്നു കാമാത്തിപുര. അന്ന് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് ആയിരുന്നു. പിന്നെ ക്രമേണ ഇംഗ്ലീഷുകാരുടെ ഇടപെടൽ കൊണ്ട് തന്നെ ആ ഏരിയ ഒരുപാട് ദുഷ്പേര് സമ്പാദിച്ചു. ആ ഒരു ഏരിയ ആയിരുന്നു ഒരു കാലത്ത്, നമ്മുടെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഈ ഫോറിൻ സാധനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഫോറിൻ കാൽക്കുലേറ്റർ, വാച്ച്, റേഡിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കള്ളക്കടത്ത്. അന്ന് ഹാജി മസ്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരീം ലാല, അവരുടെയൊക്കെ ഏരിയ ആയിരുന്നു ഇത്. അവരുടെയൊക്കെ ബിസിനസ്സിൻ്റെ ഒരു ഇതായിരുന്നു. ഇതിൻ്റെ തൊട്ടിട്ട് കാമാത്തിപുരക്ക് തൊട്ടിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്, ശുക്ലാജി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ്, അവിടെയൊക്കെ ഇവരുടെ ഇതായിരുന്നു. മറ്റ് പല കാരണങ്ങളും ആ ഒരു ഏരിയ അണ്ടർവേൾഡിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീൻ്റെ ഒക്കെ ഒരു കേന്ദ്രമായിട്ട് മാറി. പക്ഷെ അത് കേന്ദ്രമായിട്ട് മാറിയെങ്കിൽ കൂടി മീഡിയ അതിനെ ഒരുപാട് കാമാത്തിപുരം കുറിച്ച് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, പേപ്പറിൽ ഒരുപാട് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമാത്തിപുരയുടെ യഥാർത്ഥ മുഖം അല്ല അവർ വരച്ചു കാട്ടുന്നത്. അവർ ഒരുപാട് റോങ് ആയിട്ടുള്ള ചിത്രമാണ് ഈ ആർട്ടിക്കിളിലും സിനിമയിലും ഒക്കെ വരച്ചു കാട്ടുന്നത്. എന്താ വെച്ചാൽ കാമാത്തിപുരം ഒരു വലിയൊരു ഏരിയ ആണ്. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കോർണർ മാത്രമാണ് ഈ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടാത്തവരായിട്ട് ഉള്ളത്, ഒരു ചെറിയ കോർണർ മാത്രമാണ്. ബാക്കിയുള്ള ഇത് എന്ന് വെച്ചാൽ കാമാത്തിപുരം വെച്ചാൽ 2 മെയിൻ റോഡും പിന്നെ ഒരു 15 ലെയിൻസും ഉള്ളതാണ് ഈ കാമാത്തിപുരം. അതിൻ്റെ അകത്ത് ഈ 14 ലെയിൻസും കച്ചവടക്കാരും എന്റർപ്രീനേഴ്സും പൊളിറ്റീഷ്യൻസും വലിയ വലിയ ആൾക്കാർ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അതായത് അവിടുന്ന് എനിക്ക് തോന്നുന്നു 1-2 ഗവർണേഴ്സ് അവിടെ ജനിച്ച് വളർന്നിട്ടുണ്ട്. അതുമാതിരി ബോംബെയുടെ മേയർ അവിടെ നിന്ന് ജനിച്ച് വളർന്നിട്ടുണ്ട്. ബോംബെയിൽ പ്രശസ്തമായ ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റും ബിൽഡേഴ്സും അവിടെ ജനിച്ച് വളർന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇത് ഒരുപാട് ബാഡ് നെയിമും ബാഡ് റെപ്യൂട്ടേഷനും പിന്നെ ആരും അവിടെ ചിന്തിക്കാതെ ആരും ഇതാക്കാത്തതുകൊണ്ട് ഇപ്പോഴുള്ള കണ്ടീഷൻ വളരെ പാത്തറ്റിക് ആണ്. അതായത് ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി, അവിടെ താമസിക്കുന്നവരുടെ സ്ഥിതി വളരെ മോശമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ കുറേ വളരെ ഹെറിറ്റേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആണിത്. ഈ പ്രോജക്റ്റ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വർഷം മുമ്പേ അവിടെ ലാൻഡ് ഓണേഴ്സും അവിടെ താമസിക്കുന്നവരൊക്കെ കൂടിയിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്തു, കാമാത്തിപുര വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് വേണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഫീസൊന്നും കിട്ടുമല്ലോ, ഇപ്പം നിങ്ങൾ ചെയ്തോളൂ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ ആദ്യം ഞാൻ മടിച്ചു, പൈസ കിട്ടാത്ത നമ്മളും ഇങ്ങനെ ജീവിതത്തിൽ ജസ്റ്റ് വളർന്നു വരുന്ന ഇതേ ഉള്ളൂ. അപ്പോൾ അതിലിടക്ക് എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം അല്ല അന്ന്. പക്ഷെ പിന്നീട് ആ കാമാത്തിപുര ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ സോഷ്യൽ ഇതുമൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഫീസ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് നമുക്കൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്, അല്ലെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സേവനമാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മുകളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പല പല ഡിസൈൻസും ഞാൻ വരച്ചുണ്ടാക്കി. അവിടുത്തെ പൊളിറ്റീഷ്യൻ, അവിടുത്തെ MLA, അവിടുത്തെ MP, അതുപോലെ അവിടുത്തെ എല്ലാ അസോസിയേഷൻ്റെ ലീഡേഴ്സ്, അവർക്കൊക്കെ പ്രസൻറ്റേഷൻ ചെയ്തു. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൺസോർഷ്യം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മാഹിന്ദോറ, ഡോക്ടർ നകാഷെ, ഫെയ്റോഡ്, സുനിൽ ദേവളെ, ഇങ്ങനെ നമ്മൾ 4 പേര് കൂടിയിട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി. നമ്മൾ 4 പേരും കൂടി അതിൻ്റെ കൂടെ കൂടുതൽ സർവേ ചെയ്തു, അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആക്കി. അപ്പോൾ A to Z നമ്മൾ അതിനെ പഠിച്ചു, റിസർച്ച് ചെയ്തു, അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കി. പക്ഷേങ്കിൽ അത് നമ്മൾ പല ഡെവലപ്പറിനും നമ്മൾ ഡിസൈൻ കൊണ്ട് കാര്യമില്ലല്ലോ, അതാരെങ്കിലും ഏറ്റെടുത്ത് അത് ഡെവലപ്പ് ചെയ്യണ്ടേ. അത് ഡെവലപ്പ് ചെയ്യേണ്ട എത്രയോ കോടിക്കണക്കിന് രൂപ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. ആദ്യമൊക്കെ പല ഇൻവെസ്റ്റേഴ്സും വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പല കാരണങ്ങളാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ 2 വർഷം മുമ്പ് അവിടെ മഹാരാഷ്ട്ര ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മാഡ എന്ന് പറയുന്ന ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് മാഡേനെ അപ്പോയിൻറ്റ് ചെയ്തു ഒരു നോഡൽ ഏജൻസി ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്തു, അവർ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തു. അതിന് മുമ്പ് തന്നെ നമ്മൾ 10-15 ഡിഫറെൻറ്റ് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ ചെയ്തു, പിന്നെ അതിൻ്റെ ഫീസിബിലിറ്റി ചെയ്തു. അതിനുശേഷം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ ഹൈ പവർ കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ ടോപ്പ് ലെവലിലെ ആൾക്കാരൊക്കെ കൂടി അത് നമ്മുടെ ഒറ്റ സിറ്റിങ്ങിൽ നമ്മളെ ഡിസൈനൊക്കെ അപ്രൂവ് ചെയ്തു. എന്നിട്ട് അവരിപ്പം അത് ടെൻഡർ വിളിച്ചിട്ടാണുള്ളത് ഡെവലപ്പറിന്. എനിക്ക് തോന്നുന്നു കുറേ കൂടുതൽ പേര് അതിന് ഇൻട്രസ്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് തന്നെ ഡെവലപ്പർ അപ്പോയിൻറ്റ് ചെയ്ത് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ആക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് അല്ല, ഇത് ഒരു സിറ്റിയുടെ, അതായത് ബോംബെ എന്ന് പറയുന്ന ഒരു വേൾഡ് ലെവലിൽ ഒരു വലിയൊരു സിറ്റിയാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്, എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റലാണ്. അതിൻ്റെ ആ ഒരു സിറ്റിയുടെ മുഖം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറും. ഇത് വെറും ഒരു ബിൽഡിംഗ് മാത്രമല്ല, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത്ര നാളും നമ്മൾ ഇന്നൊരു ഏരിയയിലാണ് താമസിക്കുന്നതെന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി മടിക്കുന്ന ആൾക്കാർക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ ഇന്ന ഏരിയയിലാണ് താമസിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് സാധിപ്പിക്കുന്ന
ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറും. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഭാഗ്യവശാൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഓ ഗ്രേറ്റ്. അതും നമ്മുടെ കണ്ണൂർക്കാരൻ തന്നെ ചെയ്യുന്നത്. അടുത്ത് തന്നെ അതിന്റെ പ്രോജക്റ്റ് ബിൽഡിങ്ങുകളും വരുമായിരിക്കും. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുവരുന്ന ആർക്കിടെക്ട് എന്ന രീതിയിൽ ഇനി വരാൻ പോകുന്ന ഞാൻ അടക്കമുള്ള യുവതലമുറയോട്, വിദ്യാർത്ഥികളോട് എന്താണ് സാറിന് പറയാനുള്ളത്? കേരളത്തിലെ വിദ്യാർത്ഥികളോടും യുവാക്കളോടും അല്ലേ, അവരെ ഉപദേശിക്കാൻ ഏതായാലും വളർന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പഴയൊരു സ്കൂളിൽ നിന്ന് ജനിച്ച് വളർന്നവരാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെക്കാളും കൂടുതൽ വിദ്യാഭ്യാസവും ലോകവിവരവും ഇന്റലിജൻസും ഒക്കെ ഉണ്ട്. മാത്രമല്ല അവര് ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പം ഇന്റർനെറ്റ് യുഗത്തിലാണ്. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ആർക്കിടെക്ചറൽ എഞ്ചിനീയേഴ്സ്, ഇതൊക്കെയാണ് അവരുടെ. നമ്മളൊന്നും അത് നമുക്കിപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ABCD അറിയില്ല. പക്ഷെ ഇപ്പൊ ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് കൂടി അതിനെപ്പറ്റി അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ വെച്ചിട്ട്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരെയൊക്കെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് ചെറിയ അഭ്യർത്ഥന ചെയ്യാം അവരോട്. അതായത് നമ്മൾ ഇന്റർനെറ്റും അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതൊക്കെ ഇപ്പോഴത്തെ ചില കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്നിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതല്ല ശരിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. എന്നുവെച്ചാൽ ഓരോരാൾക്കും അവരുടെ ജീവിതത്തിന് ഓരോ പർപ്പസ് ഉണ്ട്, അല്ലെ ജോലി ചെയ്യുന്നതിന് ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിൻ്റെ ഒരു ടൂൾ മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതല്ല ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവറിത്തിങ് അതിന് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഡിസാസ്ട്രസ്. അതൊരു വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുക. അതല്ല എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഒരുപാട് ദോഷങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അത് നമ്മുടെ ഒരു ടൂളായിട്ട് എടുക്കണം. നമ്മൾ ഇപ്പം ഹ്യൂമൻ സിവിലൈസേഷൻ ഇങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ നമ്മൾ പല ടൂളുകളും മാറി മാറിയായിട്ട് വരുന്നുണ്ടായിരുന്നു. പണ്ടത്തെ ചെറിയ ഈ ശിലായുഗത്തിലെ ഉളി മുതൽ അതിനുശേഷം മറ്റേ തിരിയുന്ന വീല്, പിന്നെ ഓരോ മെഷീൻ, പിന്നെ അതിനുശേഷം റേഡിയോ, കമ്പ്യൂട്ടർ, പിന്നെ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഇതിലെത്തിയത്. അപ്പോൾ ആ ഓരോ സമയത്തും നമ്മൾ ഒന്നിൻ്റെ മുകളിൽ അതിന് അടിമയായിട്ട് ജീവിക്കുന്നതിന് പകരം അതിനെ ടൂളായിട്ട് ഉപയോഗിക്കുക. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയണം. ഇപ്പോൾ ഒരു ഉളിയോ അല്ലെങ്കിൽ ഒരു കത്തിയാണെങ്കിൽ നമുക്ക് അതിനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം, അതിനെ ഡിസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ തന്നെ നല്ലതായിട്ട് വരും. അല്ല അതിനെ നെഗറ്റീവ് സൈഡിലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സിവിലൈസേഷനെ തകർക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് ഈവൻ ഈ AI-ക്കും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനും നമ്മുടെ സമൂഹത്തിനെ ഫുള്ളും നശിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനെ ഒരുപാട് മാറ്റിമറിക്കാൻ പറ്റും. ഇവർക്ക് നമ്മുടെ ലോകത്തിന് പുതിയൊരു ലോകം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അതിന് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. അതൊരു കാര്യം. പിന്നെ അടുത്ത അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികളോട്, ഇത് കാണുന്ന ഓരോ യുവാക്കളോടും ഓരോ വിദ്യാർത്ഥികളോടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഓരോരാളുടെ ഉള്ളിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരാളുടെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലും ഓരോ ഐൻസ്റ്റീൻ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സിരകളിലൂടെ ഒരു പിക്കാസോ അതല്ലെങ്കിൽ ഒരു ഗ്രേറ്റസ്റ്റ് ചിത്രകാരൻ, ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒരു ഗാന്ധിജിയോ അല്ലെങ്കിൽ ഒരു നെൽസൺ മണ്ടേലയോ ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ അവരെ പോലെ ആകണം എന്നല്ല പറയുന്നത്. പക്ഷെ ഇവരെക്കാളും വളരെ ശക്തമായ ഒരു നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ നിങ്ങൾ കണ്ടെത്തണം. ഈ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഈ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഈ ലോകം മുഴുവൻ വ്യാപിപ്പിച്ച് നിങ്ങൾക്ക് ലോകത്തിന് ഒരു മാതൃകയാകാൻ വേണ്ടി പറ്റണം. അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഉപദേശമായിട്ട് എടുക്കണ്ട. ദെൻ ഇറ്റ് ഈസ് സംതിങ്. യുവർ വേൾഡ് വിൽ ബി ഫാന്റാസ്റ്റിക്. യു പീപ്പിൾ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ദൈവം തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. നമ്മൾ ഈ ലോകത്തിന് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഗിഫ്റ്റ് ഈ നമ്മുടെ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഈ ഗിഫ്റ്റിൻ്റെ ഒരു ചെറിയൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം. അത് നിങ്ങളുടെ ഈ കഴിവ് ഉപയോഗിച്ചിട്ട് ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യും. ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളുടെ ക്യാൻവാസാണ്. നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് മനോഹരമായൊരു ചിത്രം വരച്ചിട്ട് പോവുക. ഈ ഫുൾ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇതെൻ്റെ ഒരു നിങ്ങളുടെ ചേട്ടനോ എന്താണ് നിങ്ങൾക്ക് കരുത ഒരു അഭ്യർത്ഥനയാണ്.
അപ്പൊ ഈ ഒരു സായനത്തിൽ സാറിനോട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. സാറിന് ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു, അതുകൂടാതെ തന്നെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റി. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് പ്രോജക്ട്സ് സാറിന് തേടിയെത്തട്ടെ. കേരളത്തിലെ ഒരുപാട് പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാറിന് പറ്റട്ടെ. പിന്നെ ഇതുപോലെ തന്നെ നമ്മളെപ്പോലത്തെ ഒരുപാട് കുട്ടികൾക്കൊക്കെ സാറിൻ്റെ ആ ഒരു തോട്ട്സ് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി സാർ. താങ്ക് യു വെരി മച്ച് നതാഷ. താങ്ക് യു.